അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡിക 23 അതിനു മുൻപ് തന്നെ കോടതി ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും 23ാമത്തെ ഖണ്ഡികയിൽ ഈ അതിജീവിതയെ സ്വഭാവഹത്യ ചെയ്യാൻ നടത്തിയ ശ്രമം തീർത്തും അനുചിതമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നു. എന്ന് മാത്രമല്ല, ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മെനി ബി എ സ്ട്രാറ്റജി ടു സൈലൻസ് ഹെർ എന്നുകൂടി പറയുന്നുണ്ട്. അതായത് അതിജീവിതയെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമം അതൊരു തന്ത്രമായിരുന്നു, ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന കാര്യം കൂടി കോടതി പറയുകയാണ്. അതിനെ എങ്ങനെ കാണാം? ഇത്തരം കേസുകൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ അത് വലിയ പോസിറ്റീവായിട്ട് ഇന്ന് ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ അത് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ അകത്തുനിന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ അത് വളരെ ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി അത് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഈ ബിലാഷ് പറഞ്ഞതുപോലെ അതായത് സംസാരിക്കുന്ന സ്ത്രീകളെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവരെ നിശബ്ദമരാക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അതായത് ലോയുടെ സുപ്രീമസിയെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന ഒരു നോട്ടം. അതായത് അത്തരത്തിൽ കേസുകൾ വരുന്നത്, അത്തരത്തിൽ പരാതികൾ വരുന്നത് ഇത് ആ പരാതിക്കാരിയുടെ ഒറ്റയ്ക്കുള്ള കാര്യം മാത്രമല്ല, ഇവിടുത്തെ നിയമ സംവിധാനത്തിന്, ഇവിടുത്തെ നിയമത്തെ, ഇവിടുത്തെ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിനാകെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം പരാതികൾ വരുന്നതെന്നും ആ പരാതിക്കാരിയെ ബ്ലെയിം ചെയ്യുന്നത് നിയമവ്യവസ്ഥയെ തന്നെ അതിൻ്റെ സുപ്രീമസിയെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന തരത്തിൽ. കാരണം അതാണ് നമ്മുടെ നിലപാട്, നീതിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വരുന്ന സ്ത്രീ അത്തരത്തിൽ പരാതി ഉണ്ടാകുമ്പോൾ, അവർക്ക് നേരെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഈ നിയമവ്യവസ്ഥയോടുകൂടിയുള്ള അത്തരം മിണ്ടാതിരിക്കലുകളല്ല ഇവിടെ ഉണ്ടാവേണ്ടത്. ഈ നിയമങ്ങളുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നിയമങ്ങളും ബെനിഫിഷ്യലായിട്ടുള്ള ലോ ഉള്ളത് ഇത്തരത്തിൽ 376 അടക്കമുള്ളത് അമെൻഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള വളരെ കാര്യമൊന്നും ബാലിശമായിട്ടുള്ള കാര്യം പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നടന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് 376 ബിയും ഡിയും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് എടുത്തു പറയുന്ന അങ്ങനെ സ്ട്രോങ് ആയ ഒരു നിയമമുള്ള ഒരു നാട്ടിലെ ഒരു സ്ത്രീ അതിജീവിത അവർ പരാതിയുമായി വരുന്ന സമയത്ത് ആ പരാതി എന്ന് പറയുന്നത് അവർക്ക് നേരെയുള്ള ആക്രമണം തുറന്നു പറയുന്നതോടൊപ്പം നിയമത്തെ കൂടിയാണ് അത് നാളെ വരുന്ന മുഴുവൻ തലമുറയെ കൂടി ശക്തിപ്പെടുത്തുന്ന ഈ നിയമ സംവിധാനത്തിൻ്റെ അകത്ത് അവർ നടത്തുന്ന ഒരു ഇടപെടലാണ്. കോടതി അതിന് അങ്ങനെ കണ്ടു എന്നുള്ളത് ശരിക്കും അത് വായിച്ചപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യേണ്ട ഒരു ഓർഡറായിട്ട് എനിക്ക് തോന്നി. കാരണം അതിനകത്ത് എടുത്തിട്ടുള്ള എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ മധുര കേസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അതിലെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എലോപ്പ് ചെയ്ത ഒരു സ്ത്രീ അവൾ തീർച്ചയായും റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ക്യാരക്ടർ എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയ സമയത്തും അക്വിറ്റൽ വന്ന ഒരു കേസിൻ്റെ അകത്ത്. പക്ഷെ പിന്നീട് നമ്മുടെ എവിഡൻസ് ആക്ടിൻ്റെ അകത്ത് വളരെ വ്യത്യാസമായി, അത്ര ക്യാരക്ടറുകൾ പോലും കൺസിഡർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിയമത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഇവർ സംസാരിച്ചു, ഇവർ ഫേസ്ബുക്കിൽ സംസാരിച്ചു എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമുണ്ടായ ട്രോമയിൽ നിന്ന് കരകയറി ആ ഒരു സമയത്ത് വന്ന് സംസാരിക്കുകയും അതിനുശേഷം പോലും ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയൊക്കെ ആ വിധത്തിൽ കൂടിയാണ് സ്വാഗതം ചെയ്യേണ്ടത്. കാരണം ഇത്തരത്തിൽ സ്ത്രീകൾക്ക് പറയാനും ഇത് ആക്രമണമാണെന്ന് മനസ്സിലാവാനും പൊതുസമൂഹത്തിനും കൂടിയാണ് ഇത് തെറ്റാണെന്നും ഇത് നടക്കേണ്ടതല്ലെന്നും ഇത്തരത്തിൽ നമ്മൾക്ക് നേരെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ സഹിക്കേണ്ടതല്ലെന്നും ബിൽക്കിസ് ബാനു പറഞ്ഞതാണ്. അതായത് മുഖം മറയ്ക്കേണ്ടത് അവരല്ലെന്നും തിരിച്ച് ചെയ്ത ആളുകളാണ് എന്ന് പറയുന്ന ബോധ്യം അത്തരം വരുന്ന തലമുറയ്ക്ക് കൂടി ബോധ്യമുണ്ടാകുന്ന വിധത്തിലേക്ക് വരികയും ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യം നിരസിച്ചുകൊണ്ടുള്ള വിധിയിലുണ്ട്. ഞാൻ വരാം.